So, what do you think about Manmohan Singh as an economic reformer and prime minister? I personally think that he did a great economic reform that mattered in India. LPG, yes, of course. I hold the same view about Manmohan Singh. He was instrumental in the changes, liberalization, privatization, and globalization. Globalization is something linked to the global media. Global economy. ഗ്ലോബലൈസേഷൻ എല്ലാ രംഗത്തുണ്ട്. എക്കണോമി മാത്രമല്ല, സിനിമ എല്ലാം. ഇപ്പോൾ നമ്മളുടെ സിനിമയൊക്കെ റിലീസ് ചെയ്യുന്നത് സിനിമ തന്നെ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് അതൊരു എക്കണോമിക്കലായിട്ടുള്ള ഗ്ലോബലൈസേഷനാണ്. സോ ഇതിനൊക്കെ തുടക്കം കുറിച്ചു. റെഡ് ടേപ്പിസം കുറച്ചു, റെഗുലേഷൻസ് കുറച്ചു, താരിഫ് വാൾ കുറച്ചു, ഇന്ത്യൻ എക്കോണമി ഓപ്പൺ ചെയ്തപ്പോൾ പുറത്തുനിന്ന് സിഗ്നൽ കിട്ടുന്നു. പുറത്തുനിന്ന് സിഗ്നൽ കിട്ടുമ്പോൾ തന്നെ ഇവിടുന്ന് സിഗ്നൽ അങ്ങോട്ടും പോകുന്നു. ആകെ വളരെ നല്ലതാണ് ഇന്ത്യക്ക് ആയി തീർന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു അടഞ്ഞ എക്കോണമിയിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. എനിക്കതുകൊണ്ട് അറിയാൻ കഴിയും. മൻമോഹൻ സിംഗിന് മുന്നേ നമ്മൾ ഒരു സ്കൂട്ടറൊക്കെ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ബൈക്ക് രജിസ്റ്റർ ചെയ്യുക. ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്ത ബൈക്ക് ഞങ്ങൾക്ക് കിട്ടുന്നത് 9 മാസത്തിന് ശേഷമാണ്. ഒരു ഹീറോ ഹോണ്ട CT100 എന്ന് പറയുന്നൊരു വണ്ടി. ഇറ്റ് വാസ് ഇൻ 1994, ഐ തിങ്ക്. 1994. അത്ര ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരു ബൈക്ക് ഷോറൂമിൻ്റെ അടുത്തൂടെ കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചു കെട്ടി അതിനകത്ത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ബൈക്കും എല്ലാം നിങ്ങളുടെ മേലിൽ അടിച്ചു വെച്ച് EMI ഒക്കെ ഫിക്സ് ചെയ്ത് അവർ വിടും. ആ രീതിയിലുള്ള മാറിയിട്ടുണ്ട്. പിന്നെ കേബിൾ കണക്ഷൻ കിട്ടാൻ എന്താ പറയുക, ടെലിഫോൺ കണക്ഷൻ 4ാമത്തെ വർഷമാണ് കിട്ടിയത്. കറണ്ട് കണക്ഷൻ, എല്ലാ കണക്ഷൻസും കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്തെല്ലാം രേഖകളും ആകെ. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് നരസിംഹ റാവു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള മൻമോഹൻ സിംഗ്, അവരുടെ ആ ഒരു ഗവൺമെൻറ് സ്റ്റണ്ണിങ് പെർഫോമൻസ് ആണ്. ഞാനത് എക്കാലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളായിട്ടാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായിട്ടാണ് ഞാൻ നരസിംഹ റാവുവിനെ കാണുന്നത്. ഇൻ മെനി വേയ്സ്. വേറെ പൊളിറ്റിക്സിലൊക്കെ വേറെ പല ഇതും ഉണ്ടാവുമായിരിക്കും പുള്ളിയെക്കുറിച്ച്. പക്ഷേ ഈ ഒരു രീതിയിൽ ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിന്, പ്രത്യേകിച്ച് 80കൾക്ക് ശേഷം തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വിട്ടുകളായി. നരസിംഹ റാവു ഭയങ്കര ഒരു സംഭവമാണ് ഇക്കാര്യത്തിൽ. നരസിംഹ റാവു പ്രത്യേക ഒരു എക്സ്ട്രാ ജീനിയസോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ പുള്ളി ഒരു റെജിമെൻറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള അപ്രോച്ചായിരുന്നു. അതിന് പുള്ളിക്ക് പറ്റിയ ഒരു വലങ്കൈ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. സോ ദാറ്റ്സ് ഓൾ.